റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ഓപ്ഷൻസ്: ഊർജിത് പട്ടേൽ, ഡി സുബ്ബറാവു, ശക്തികാന്ത ദാസ്, രഘുറാം രാജൻ. ആൻസർ: ശക്തികാന്ത ദാസ്. ആർ ബി ഐയുടെ തലവൻ ആർ ബി ഐ ഗവർണറായിരിക്കും. ആർ ബി ഐയുടെ തലവൻ എപ്പോഴും ആർ ബി ഐ ഗവർണറായിരിക്കും. ആർ ബി ഐയുടെ 25ാമത് ഗവർണർ ശക്തികാന്ത ദാസ്. 24ാമത് ഊർജിത് പട്ടേൽ. 23ാമത് രഘുറാം രാജൻ. 22ാമത് ഡി സുബ്ബറാവു. ആർ ബി ഐയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുധാ ബാലകൃഷ്ണൻ. ആർ ബി ഐ ഗവർണർമാരും പ്രത്യേകതകളും. ആർ ബി ഐയുടെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത്. സർ ഓസ്ബോൺ സ്മിത്ത് 1935-37 കാലഘട്ടത്തിൽ. ആർ ബി ഐയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖ് 1943-49 കാലയളവിൽ. ആർ ബി ഐയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ്മുഖ് 1943-49 കാലയളവിൽ. 1944 ബ്രിട്ടൻ വുഡ്സ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആർ ബി ഐയുടെ ഗവർണർ സി ഡി ദേശ്മുഖ്. 1944 ബ്രിട്ടൻ വുഡ്സ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആർ ബി ഐ ഗവർണർ സി ഡി ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ബെനഗൽ രാമറാവു 1949-57 കാലഘട്ടത്തിൽ. ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണറായി സേവനമനുഷ്ഠിച്ചത് ബെനഗൽ രാമറാവു 1949-57 കാലഘട്ടത്തിൽ. ഏറ്റവും കുറച്ചുകാലം ആർ ബി ഐ ഗവർണറായി സേവനമനുഷ്ഠിച്ചത് അമിതാഭ് ഘോഷ്. ഏറ്റവും കുറച്ചുകാലം ആർ ബി ഐ ഗവർണറായി സേവനമനുഷ്ഠിച്ചത് അമിതാഭ് ഘോഷ്. 1985 ജനുവരി 15, 1985 ഫെബ്രുവരി 4 വരെ. ആദ്യമായി കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട ആർ ബി ഐ ഗവർണർ ജെയിംസ് ടെയ്ലർ 1937-43 കാലയളവിൽ. ആദ്യമായി കറൻസി നോട്ടുകളിൽ ഒപ്പിട്ട ആർ ബി ഐ ഗവർണർ ജെയിംസ് ടെയ്ലർ 1937-43 കാലയളവിൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ആർ ബി ഐ ഗവർണർ 1969. ലക്ഷ്മികാന്ത് ച 1967-70 കാലഘട്ടത്തിൽ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ദേശസാൽക്കരണ സമയത്തെ ആർ ബി ഐ ഗവർണർ ലക്ഷ്മികാന്ത് ച. ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി മൻമോഹൻ സിംഗ്. 1982 സെപ്റ്റംബർ 16 മുതൽ 1985 ജനുവരി 14 വരെ. ആർ ബി ഐ ഗവർണറായ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. 1982 സെപ്റ്റംബർ 16 മുതൽ 1985 ജനുവരി 14 വരെ. ആർ ബി ഐ ഗവർണറാകുന്ന ആദ്യ ആർ ബി ഐ ഉദ്യോഗസ്ഥൻ എം നരസിംഹം. ആർ ബി ഐ ഗവർണറാകുന്ന ആദ്യ ആർ ബി ഐ ഉദ്യോഗസ്ഥൻ എം നരസിംഹം. ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത കെ ജെ ഉദ്ദേശ്യ. ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണറായ ആദ്യ വനിത കെ ജെ ഉദ്ദേശ്യ. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFൻ്റെ എക്സ്റ്റേണൽ അഡ്വൈസറി ഗ്രൂപ്പിലേക്ക് നിയമിതനായ മുൻ ആർ ബി ഐ ഗവർണർ രഘുറാം രാജൻ. ഐ ഡു വാട്ട് ഐ ഡു എന്ന പുസ്തകം രചിച്ചത് രഘുറാം രാജൻ. ഐ ഡു വാട്ട് ഐ ഡു എന്ന പുസ്തകം രചിച്ചത് രഘുറാം രാജൻ. 2023 ജൂലൈയിൽ ആർ ബി ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി പി വാസുദേവൻ. 2023 ജൂലൈയിൽ ആർ ബി ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി പി വാസുദേവൻ. 2023 ജൂണിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റത് സ്വാമിനാഥൻ ജാനകിരാമൻ. 2023 ജൂണിൽ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി ചുമതലയേറ്റത് സ്വാമിനാഥൻ ജാനകിരാമൻ. നിലവിലെ മറ്റ് ഡെപ്യൂട്ടി ഗവർണർമാർ എം ഡി പത്ര, ടി റാബിശങ്കർ, എം രാജേശ്വർ റാവു. 2022-2023 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? 2022-2023 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? നിർമ്മല സീതാരാമൻ. ആൻസർ നിർമ്മല സീതാരാമൻ. 2022
2023 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2022 ഫെബ്രുവരി 1. കേന്ദ്ര ബജറ്റ് 2023-2024 അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2023 ഫെബ്രുവരി 1. ദൈർഘ്യം 87 മിനിറ്റ്. ഇന്ത്യയുടെ 2023-2024 പ്രതീക്ഷിത സാമ്പത്തിക വളർച്ചാ നിരക്ക് 7%. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2 മണിക്കൂർ 42 മിനിറ്റ്. 2021-2022 കാലയളവിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2021-2022 കാലയളവിൽ 2 മണിക്കൂറും 42 മിനിറ്റുമാണ് സമയം. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധീരുഭായ് എം പട്ടേൽ. 1977. 800 വാക്കുകൾ. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധീരുഭായ് എം പട്ടേൽ. 1977. 800 വാക്കുകൾ. 2021-2022 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2021 ഫെബ്രുവരി 1. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി. 1970-71 കാലയളവിൽ. രണ്ടാമത്തേത് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച വനിത നിർമ്മല സീതാരാമൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2021-2022 കാലയളവിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2021-2022 കാലയളവിൽ. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാലൻ. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ചത് KN ബാലഗോപാലൻ. 2022-2023 കാലയളവിൽ. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്നു പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഇതിലേതാണ് ശരിയായ ആൻസർ? PSC ഡിലീറ്റഡ് എന്നാണ് കാണിക്കുന്നത്. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശം ആമുഖം. ഭരണഘടനയുടെ ബൃഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിഫലിക്കുന്നത് ആമുഖത്തിൽ. ഇന്ത്യയിലെ പരമാധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിൽ. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം വാങ്ങിയിരിക്കുന്നത്? USA. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? USA. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയത് 1947 ജനുവരി 22. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയത് 1947 ജനുവരി 22. ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ. ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ്, തിരിച്ചറിയൽ കാർഡ്. ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ: ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ്, തിരിച്ചറിയൽ കാർഡ്. ഇതാണ് ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. കേരള ഔദ്യോഗിക ഭാഷാ നിയമനിർമ്മാണ കമ്മീഷൻ തയ്യാറാക്കിയ ഭരണഘടനയുടെ മലയാളം പതിപ്പ് പ്രകാരം. ആമുഖത്തിനനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ആമുഖം അനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്.
ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖത്തിനനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ആമുഖത്തിനനുസരിച്ച് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി 1949 നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതി 1949 നവംബർ 26. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ: നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലക്ഷ്യങ്ങൾ: നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള നീതികൾ: സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം. ആമുഖത്തിൽ പരാമർശിച്ചിരിക്കുന്ന 3 തരത്തിലുള്ള നീതികൾ: സാമൂഹ്യം, സാമ്പത്തികം, രാഷ്ട്രീയം. ഈ 3 തരത്തിലുള്ള നീതിയും മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവയിലൂടെ നേടിയെടുക്കാവുന്നതാണ്. സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്നീ ആശയം കടമെടുത്തത് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന്. 1917 റഷ്യൻ വിപ്ലവത്തിൽ നിന്നാണ് സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി എന്ന ആശയം കടമെടുത്തത്. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്നു പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഇതിലേതാണ് ശരിയായ ആൻസർ? ആൻസർ ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. ഇത് രണ്ടുമാണ് ശരിയായ ആൻസർ. ഓൺലി 1 and 2. ഒന്നുകൂടി വായിക്കാം. ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. സെക്കൻഡ്, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. മൂന്നാമത്തേത്, സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക നീതി ഉറപ്പു നൽകുന്നു. ഇതിലേതാണ് ശരിയായ പ്രസ്താവന? ഇതിലൊന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവന. ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. ഞങ്ങൾ ഭാരത ജനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമുഖം തുടങ്ങുന്നത്. സെക്കൻഡ്, ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് ആമുഖം തുടങ്ങുന്നത്. ഇതിൽ ആൻസർ ഓൺലി 1 and 2 ആണ് ശരിയായ ആൻസർ. ഇന്ത്യൻ ഭരണഘടന കടം വാങ്ങിയവ. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് ക്രിയാത്മകമായ അംശങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ഭരണഘടന, ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഗവർണർ പദവി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, പബ്ലിക് സർവീസ് കമ്മീഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, ഫെഡറൽ കോടതി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അടിയന്തരാവസ്ഥ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥക്കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യുന്നത് ജർമ്മനി, വെയ്മർ ഭരണഘടന. മൗലികാവകാശങ്ങൾ ആമുഖ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ജുഡീഷ്യൽ റിവ്യൂ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെൻറ്റ്, ലിഖിത ഭരണഘടന, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി. USA നിന്ന് മൗലിക ഘടകങ്ങൾ റഷ്യ, പഞ്ചവത്സര പദ്ധതികൾ റഷ്യ, പാർലമെൻ്ററി ജനാധിപത്യം, ഏകപൗരത്വം, നിയമവാഴ്ച, നിയമനിർമ്മാണം, നിയമസമത്വം, ക്യാബിനറ്റ് സമ്പ്രദായം, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, റിട്ടുകൾ, ദ്വിമണ്ഡല സഭ തിരഞ്ഞെടുപ്പ് സംവിധാനം, കൂട്ടുത്തരവാദിത്വം, CAG, സ്പീക്കർ, കേവല ഭൂരിപക്ഷ വ്യവസ്ഥ. ഇതൊക്കെ ബ്രിട്ടനിൽ നിന്ന്. കൺകറന്റ് ലിസ്റ്റ്, പാർലമെൻറ്റ് സംയുക്ത സമ്മേളനം, വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഓസ്ട്രേലിയയിൽ നിന്ന്. ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, സംസ്ഥാന ഗവർണർമാരുടെ നിയമനം, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം കാനഡ. നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാൻ. മാർഗനിർദ്ദേശക തത്വങ്ങൾ, പ്രസിഡന്റിൻ്റെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അയർലൻഡ്. ഭരണഘടനാ ഭേദഗതി, രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് ദക്ഷിണാഫ്രിക്ക. റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസ്.
ലോക ചരിത്രത്തിൽ ഈ കാലത്ത് തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയിൽ എന്തെങ്കിലും പുതിയതായി ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയതായി എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമെങ്കിൽ അത് നിലനിൽക്കുന്ന തെറ്റുകളെ ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അനുരൂപമാക്കുകയെന്നത് മാത്രമാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തവ. അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തവ. വൈമൗലി ECG ആസ്വദിച്ചു. വൈമൗലി ECG ആസ്വദിച്ചു. അതെങ്ങനെയാണ് വരുന്നത്? വൈസ് പ്രസിഡന്റ് മൗലികാവകാശങ്ങൾ. വൈസ് പ്രസിഡന്റ് മൗലികാവകാശങ്ങൾ. ലിഖിത ഭരണഘടന. ഇംപീച്ച്മെന്റ്. സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ. ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. വൈമൗലി ECG ആസ്വദിച്ചു. വൈസ് പ്രസിഡന്റ് മൗലികാവകാശങ്ങൾ. ലിഖിത ഭരണഘടന. ഇംപീച്ച്മെന്റ്. സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ. ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അയർലാൻഡ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിർദ്ദേശിച്ച തത്വം എന്തെന്നാൽ രാജ്യസഭാ നാമനിർദ്ദേശം. മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് അയർലൻഡ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അയർലൻഡ്. അയർലാൻഡ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിർദ്ദേശിച്ച തത്വം എന്തെന്നാൽ രാജ്യസഭാ നാമനിർദ്ദേശം. മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് അയർലൻഡ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത് അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഇതിലേതാണ് ശരിയായ ആൻസർ? ഓൺലി 1 and 2 ആണോ? ഓൺലി 1 and 3 ആണോ? ഓൺലി 2 and 3 ആണോ? അല്ലെങ്കിൽ ഓൾ ഓഫ് ദി എബവ്? 2 and 3. ഇതിലേതാണ് ശരിയായ ആൻസർ? ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അല്ലെങ്കിൽ നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത്. ഓൺലി 1 മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഇതിൽ ആൻസർ വരുന്നത് ഓൺലി 1 and 3 ആണ്. മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തതെന്നും നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തതെന്നും. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് റിട്ട്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ ഏത് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ലാറ്റിൻ. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടൻ. ഭരണഘടനയുടെ 32-ാം അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിക്കും 226-ാം അനുച്ഛേദ പ്രകാരം ഹൈക്കോടതികൾക്കുമാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്ന സുപ്രീം കോടതി. മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി. മൗലികാവകാശങ്ങളോടൊപ്പം നിയമനിർമ്മാണ വശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതി. ഈ അർത്ഥത്തിൽ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിൽ നിന്നും വിശാലമാണ്. ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിക്ക് അത് നിരസിക്കാൻ അധികാരമുണ്ട്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഹൈക്കോടതികളുടേത് അതാത് സ്ഥാപനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുള്ളിലാണ്. റിട്ടുകളുടെ എണ്ണം 5. ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യോററി. റിട്ടുകളുടെ എണ്ണം 5. ഹേബിയസ് കോർപ്പസ്, മാൻഡാമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യോററി. ഹേബിയസ് കോർപ്പസ്. നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നിയമവിധേയമല്ലാതെ
തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. മൻഡാമസ് നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ട്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട്. പൊതുസ്ഥാപനം, കീഴ്ക്കോടതി, ട്രിബ്യൂണൽ, സർക്കാർ, കോർപ്പറേഷൻ തുടങ്ങിയവയ്ക്കെതിരെ മൻഡാമസ് പുറപ്പെടുവിക്കാം. മൻഡാമസ് എന്നാൽ നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്ന റിട്ടാണ് മൻഡാമസ്. പ്രൊഹിബിഷൻ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ്. പ്രൊഹിബിഷൻ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട്. വിലക്കുക ടു ഫോർബിഡ് എന്ന അർത്ഥം വരുന്ന റിട്ട്. വിലക്കുക എന്ന അർത്ഥം വരുന്ന റിട്ട്. ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കാവുന്ന റിട്ടാണിത്. കോ വാറന്റോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട്. കോ വാറന്റോ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട്. കോ വാറന്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അധികാരം. കോ വാറന്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് അധികാരം. സെർഷ്യോററി സെർഷ്യോററി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട്. സെർഷ്യോററി ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് സെർഷ്യോററി. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ മൻഡാമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ മൻഡാമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ. സാക്ഷ്യപ്പെടുത്തുക ടു സർട്ടിഫൈ വിവരം നൽകുക, ടു ഇൻഫോം എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ട് സെർഷ്യോററി. സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക എന്നിങ്ങനെ അർത്ഥം വരുന്ന റിട്ടാണ് സെർഷ്യോററി.